എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 2024 മെയ് മാസം മുതൽ 2025 മാർച്ച് മാസം വരെയുള്ള ഏതാനും ചില കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: 2020 ലോകകപ്പ് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ ഇടം നേടിയ മലയാളി? സഞ്ജു സാംസൺ. സുപ്രീം കോടതി വിധി പ്രകാരം ഹിന്ദു വിവാഹത്തിന് സാധുത ലഭിക്കാൻ രജിസ്ട്രേഷനോടൊപ്പം ആവശ്യം വേണ്ടത് എന്ത്? ആചാരച്ചടങ്ങുകൾ. മുഖ്യമന്ത്രി കേരളയാത്ര നടത്തിയ നവകേരള ബസ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് എവിടെ? കോഴിക്കോട്, ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ AI സിനിമ? മോണിക്ക, ഒരു AI സ്റ്റോറി. തമിഴ്നാട്ടിലെ ഭവാനി സാഗർ ഡാം വറ്റിയപ്പോൾ ദൃശ്യമായ 750 വർഷം പഴക്കമുള്ള ക്ഷേത്രം? മാധവ പെരുമാൾ ക്ഷേത്രം. ലോക മാതൃദിനം മെയ് 12. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം നിലവിൽ വന്ന രാജ്യം? ദുബായ്. 17 കോടി രൂപ ലേലത്തിൽ വിറ്റ രാജാ രവിവർമ്മയുടെ ചിത്രം? മോഹിനി. 2024 പത്മപ്രഭ പുരസ്കാര ജേതാവ്? റഫീഖ് അഹമ്മദ്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ്? ഗോപി തോട്ടക്കുറ. 2024 അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ താരം? സുനിൽ ഛേത്രി. 2024 ജൂൺ മാസം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം? കേരളം. ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി? നേർവഴി. ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് AI സിലബസിൽ ഉൾപ്പെടുത്തിയത്? 7. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ലഭിച്ച ഒരേയൊരു മണ്ഡലം? ആലത്തൂർ. മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്ന്? 2024 ജൂൺ 9. ലോകത്ത് ആദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ അവതരിപ്പിച്ച രാജ്യം? ബ്രിട്ടൻ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ്? ഇബ്രാഹിം റൈസി. സ്ത്രീകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കുന്ന ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി? മേരി സഹേലി. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ? ഹർമൻ പ്രീത് സിംഗ്. ഏറ്റവും കൂടുതൽ പ്രവാസി പണം എത്തുന്ന രാജ്യം? ഇന്ത്യ. അന്തരിച്ച P. വത്സലയുടെ അവസാന നോവൽ? ചിത്രലേഖ. ദേശീയ പതാക ദിനം ജൂലൈ 22. മഴമാപിനി വെബ്സൈറ്റ് നിലവിൽ വന്ന ജില്ല? വയനാട്. കേരളത്തിലെ ഏറ്റവും മലിനമായ പുഴ? കല്ലായി. അയ്യങ്കാളിയുടെ ജീവിതകഥ പറയുന്ന സിനിമ? കതിരവൻ. ചൂരൽമലയിൽ ഡെയിലി പാല നിർമ്മാണത്തിലെ ഏക വനിതാ ഓഫീസർ? സീത ഷെൽക്കെ. ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഹോക്കി ടീം നേടിയ മെഡൽ? വെങ്കലം. തമിഴ് നടൻ വിജയ് അധ്യക്ഷനായ രാഷ്ട്രീയ പാർട്ടി? തമിഴക വെട്രി കഴകം. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറി? ശാരദ മുരളീധരൻ. ആരുടെ ജന്മദിനമാണ് സദ്ഭാവന ദിനമായി ആചരിക്കുന്നത്? രാജീവ് ഗാന്ധി. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോളനി? കൊല്ലം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേട്ടത്തിൽ ഒന്നാമതെത്തിയ രാജ്യം? അമേരിക്ക. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കൃഷി മെച്ചപ്പെടുത്തുന്നതിനായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ആപ്പ്? കതിർ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്ക് പ്രകാരം 2024 ജൂലൈ മാസത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ല? കണ്ണൂർ. ഇന്ത്യയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം? 6. ഖാദർ കമ്മിറ്റി ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം. 16ാമത് രാജ്യാന്തര മികച്ച ഹ്രസ്വചിത്ര ഡോക്യുമെൻ്ററി? വസുദൈവ കുടുംബകം. ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച പാനലിൻ്റെ അധ്യക്ഷൻ? രാംനാഥ് കോവിന്ദ്. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര്? നമോ ഭാരത് റാപ്പിഡ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലോട്ടറി അവതരിപ്പിച്ച സംസ്ഥാനം? മേഘാലയ. ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ തുടർച്ചയായി 2ാം തവണയും ഒന്നാമതെത്തിയ സംസ്ഥാനം? കേരളം. പദവിയിലിരിക്കെ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി? സീതാറാം യെച്ചൂരി. 2024 അന്തരിച്ച 800-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച
അമ്മവേഷം ചെയ്ത അഭിനേത്രി കവിയൂർ പൊന്നമ്മ. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അതിഷി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മലയാളം പഠിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ചങ്ങാതി. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് മൃഗശ്മശാനം നിലവിൽ വരുന്നത് എവിടെ? തൃശൂർ കുരിയച്ചിറ. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിൻ്റെ പുതിയ പരിശീലകൻ PR ശ്രീജേഷ്. BSNLന്റെ പുതിയ ആപ്തവാക്യം കണക്റ്റിംഗ് ഭാരത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല എറണാകുളം. മുസ്ലിം പുരുഷന് ഒന്നിലധികം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വിധിച്ച ഹൈക്കോടതി മുംബൈ. എലിപ്പനി തടയാൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഡോക്സി വാൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്ത്. കേരളത്തിൽ ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ എൻ്റെ ഭൂമി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള 5ാമത് ദേശീയ ജലശക്തി അവാർഡ് നേടിയ പഞ്ചായത്ത് പുല്ലമ്പാറ. കാപ്പി ഉൽപ്പാദനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 2. രത്തൻ ടാറ്റയുടെ പിൻഗാമിയായി ടാറ്റ ട്രസ്റ്റുകളുടെ ചെയർമാനായി നിയമിതനായത് ആര്? നോയൽ നവൽ ടാറ്റ. സാക്ഷി മാലിക്കിൻ്റെ ആത്മകഥ വിറ്റ്നസ്. കേരള സ്കൂൾ കലോത്സവത്തിലെ മത്സരത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ദളിത് വിഭാഗമായ മാവിലൻ സമുദായത്തിൻ്റെ അനുഷ്ഠാന നൃത്തം മംഗലം കളി. വയലാർ സാഹിത്യ അവാർഡിന് അർഹനാക്കിയ അശോകൻ ചരവിലൻ്റെ നോവൽ കാട്ടൂർ കടവ്. ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ എത്ര? 5. 2024 അന്തരിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. അന്തരിച്ച MT വാസുദേവൻ നായർ എഴുതുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരേ ഒരു നാടകം ഗോപുര നടയിൽ. MT വാസുദേവൻ നായർ ഗാനങ്ങൾ എഴുതിയ ഒരേ ഒരു സിനിമ വളർത്തുമൃഗങ്ങൾ. സിനിമാ നടൻ മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമ ബറോസ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് സംരക്ഷ ആപ്പ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനായ ഇന്ത്യൻ താരം D. ഗുകേഷ്. അർജുന അവാർഡ് നേടിയ മലയാളി സാജൻ പ്രകാശ്. മികച്ച പരിശീലകനുള്ള ദ്രോണാചാര്യ അവാർഡ് നേടിയ മലയാളി S. മുരളീധരൻ. അന്താരാഷ്ട്ര സഹകരണ വർഷം 2025. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് എവിടെ? തിരുവനന്തപുരം. 2025 ജനുവരിയിൽ 200ാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയി തൃശൂർ. ISROയുടെ 100ാം വിക്ഷേപണം NVS 2. ഈ വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി KN ബാലഗോപാൽ. 2025 ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രേഖ ഗുപ്ത. ഈ വർഷം രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം മണിപ്പൂർ. 2025 ലോക ഗവൺമെൻറ് ഉച്ചകോടിയുടെ വേദി ദുബായ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് നിലവിൽ വന്നത് കേരളം. കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. കേരള കലാമണ്ഡലത്തിലെ ആദ്യ നൃത്ത അധ്യാപകൻ RLV രാമകൃഷ്ണൻ. 2025 നിശാഗന്ധി പുരസ്കാര ജേതാവ് പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. 2025 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആര്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. 63ാം സ്കൂൾ കലോത്സവത്തിലെ പ്രധാന വേദിക്ക് നൽകിയ പേര് MT നിള. ഈ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആര്? KP ശങ്കരൻ. സുനിത വില്യംസ് ബഹിരാകാശത്ത് നിന്നും തിരിച്ചു വന്ന വാഹനം ക്രൂ ഡ്രാഗൺ 9. സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച സമയം 287 ദിവസം. മാർച്ച് മാസത്തിൽ ഭൂകമ്പം നടന്ന രാജ്യങ്ങൾ മ്യാൻമർ, തായ്ലൻഡ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആര്? വിനോദ് കുമാർ ശുക്ല. IPL അരങ്ങേറ്റ മത്സരത്തിൽ മികച്ച ബൗളിംഗ് പ്രകടനം നടത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂർ.
നോ ടു ഡ്രഗ്സ് പ്രതിജ്ഞ നിർബന്ധമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ജെയിൻ യൂണിവേഴ്സിറ്റി, കൊച്ചി. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യ താലൂക്ക് ഓഫീസ് ഏറനാട്. ചന്ദ്രനിൽ നിന്നും ഖനനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന വസ്തു ഹീലിയം. ക്യാമ്പസുകൾ ലഹരി വിമുക്തമാക്കാൻ ഗവർണർ നേതൃത്വം നൽകുന്ന ക്യാമ്പയിൻ ലഹരിയോട് സന്ധിയില്ല. വൃദ്ധസദനങ്ങളുടെ പുതിയ പേര് സ്നേഹാലയം. പാമ്പുകളെ സുരക്ഷിതമായി വനമേഖലയിൽ എത്തിക്കാൻ വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ സർപ്പ. അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ്. ഭൂകമ്പ ബാധിത പ്രദേശമായ മ്യാൻമറിലെ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിലെ പുതുക്കിയ വേതനം 369. ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്, 400 രൂപ. സിനിമാ നടൻ മോഹൻലാൽ ബ്രാൻഡ് അംബാസിഡറായ ലഹരി വിരുദ്ധ ഹ്രസ്വചിത്രം യോദ്ധാവ്. സംസ്ഥാനത്തെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം, കണ്ണൂർ. 2025 വനദിനത്തിൻ്റെ പ്രമേയം വനങ്ങളും ഭക്ഷണവും. താങ്ക് യു.